വായനാദിന ക്വിസിൻ്റെ 4ാം ഭാഗത്തേക്ക് സ്വാഗതം. എൻ്റെ മറ്റ് വീഡിയോ കാണാതെ ഈ വീഡിയോ മാത്രം കാണുന്നവർക്കായിട്ട് ചില ചോദ്യങ്ങൾ ആവർത്തിച്ചിരിക്കുന്നു. ക്ഷമിക്കുമല്ലോ. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? CN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി നാം ആചരിക്കുന്നത്. CN പണിക്കർ മരണപ്പെട്ടത് ഏത് വർഷമായിരുന്നു? 1995 ജൂൺ 19. 1995 ജൂൺ 19 CN പണിക്കർ മരണപ്പെട്ടത്. CN പണിക്കർ കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതായിരുന്നു? ഗ്രന്ഥശാല പ്രസ്ഥാനം. CN പണിക്കർ എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? പുതുവയിൽ നാരായണ പണിക്കർ. CN പണിക്കരുടെ വായനയുമായി ബന്ധപ്പെട്ട സന്ദേശം എന്തായിരുന്നു? വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. കേരളത്തിന്റെ വായനാ ദിനമായ ജൂൺ 19 ഇന്ത്യയിൽ ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് വർഷം മുതലായിരുന്നു? 2017 മുതലാണ് കേരളത്തിന്റെ വായനാ ദിനമായ ജൂൺ 19 ഇന്ത്യയിൽ ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയാണ് ജൂൺ 19 ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചത്. 1926 CN പണിക്കർ തന്റെ ജന്മനാട്ടിൽ ആരംഭിച്ച വായനശാല ഏതായിരുന്നു? സനാതന ധർമ്മം. ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത് ആരുടെ ചരമദിനമാണ്? വില്യം ഷേക്സ്പിയർ. മലയാള ഭാഷ രൂപം കൊണ്ടത് ഏതു ഭാഷയിൽ നിന്നാണ്? തമിഴ് ഭാഷയിൽ നിന്നാണ് മലയാള ഭാഷ രൂപം കൊണ്ടത്. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ഏത് വർഷമായിരുന്നു? 2013. 2013 മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചു. മലയാള സാഹിത്യത്തിലെ പ്രാചീന കവിത്രയം എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി എന്നിവരെയാണ് മലയാള സാഹിത്യത്തിലെ പ്രാചീന കവിത്രയം എന്നറിയപ്പെടുന്നത്. മലയാള സാഹിത്യത്തിലെ ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? കുമാരനാശാൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, വള്ളത്തോൾ നാരായണമേനോൻ. ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്നാണ് ഇവർ 3 പേർ അറിയപ്പെടുന്നത്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ്? ഇന്ദുലേഖ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖ എഴുതിയതാരാണ്? O. ചന്തുമേനോൻ. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏത്? കുന്തലത. മലയാളത്തിലെ ആദ്യത്തെ നോവൽ കുന്തലത രചിച്ചത് ആരാണ്? അപ്പു നെടുങ്ങാടി. മലയാളത്തിലെ ആദ്യത്തെ നോവൽ കുന്തലത രചിക്കപ്പെട്ട വർഷം ഏത് വർഷമാണ് കുന്തലത രചിക്കപ്പെട്ടത്? 1887. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ വാസനാവികൃതി. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായ വാസനാവികൃതിയുടെ രചയിതാവ് ആരാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ വാസനാവികൃതി രചിക്കപ്പെട്ടത് ഏത് വർഷമായിരുന്നു? 1891. ആദ്യമായി മലയാള ലിപി അച്ചടിച്ച ഗ്രന്ഥം ഏതാണ്? ഹോർത്തുസ് മലബാറിക്കസ്. ഹോർത്തുസ് മലബാറിക്കസ് തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചത് ആരായിരുന്നു? ജനറൽ വാൻറീഡ് ആയിരുന്നു ഹോർത്തുസ് മലബാറിക്കസ് തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചത്. കൊച്ചിയിലെ ഡച്ച് ഗവർണറായിരുന്നു അദ്ദേഹം. കേരളത്തിലെ പശ്ചിമഘട്ടങ്ങളിലുള്ള ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള ഒരു വലിയ ഗ്രന്ഥമായിരുന്നു ഹോർത്തുസ് മലബാറിക്കസ്. പൂർണ്ണമായും മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം ഏതാണ്? സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥം രചിച്ചത് ആരാണ്? ഫാദർ ക്ലമന്റ് പിയാനോസ്. സംക്ഷേപ വേദാർത്ഥം രചിക്കപ്പെട്ട വർഷം ഏത്? 1772 സംക്ഷേപ വേദാർത്ഥം രചിച്ചത്. റോമിലെ ഒരു മുദ്രണാലയത്തിൽ വെച്ചാണ് സംക്ഷേപ വേദാർത്ഥം പ്രിന്റ് ചെയ്യപ്പെട്ടത്. ഹോർത്തുസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും തർജ്ജമ ചെയ്തത് ആരായിരുന്നു? KS മണിലാൽ. KS മണിലാൽ. അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാലയിലെ സസ്യശാസ്ത്ര വിഭാഗം പ്രൊഫസറായിരുന്നു.
KS മണിലാൽ ഹോർത്തസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് എന്നായിരുന്നു? 2008. മലയാള സാഹിത്യ ചരിത്രം എഴുതിയ മഹാകവി ആര്? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് മലയാള സാഹിത്യ ചരിത്രം എഴുതിയത്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? അവകാശികൾ. അവകാശികൾ ആണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലായ അവകാശികൾ എഴുതിയത് ആരാണ്? വിലാസിനി. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികൾ പ്രസിദ്ധീകരിച്ചത് എന്ന്? 1980. അവകാശികൾ എന്ന മലയാളത്തിലെ ഏറ്റവും വലിയ നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് എന്നാണ്? ഏത് വർഷമാണ്? 1981. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലായ അവകാശികൾ എഴുതി തുടങ്ങിയത് എന്നായിരുന്നു? 1970 ജനുവരി 1 മലയാള അവകാശികൾ MK മേനോൻ എഴുതി തുടങ്ങിയത്. അവകാശികൾ എന്ന നോവൽ എഴുതി തീർക്കാൻ MK മേനോൻ എത്ര വർഷമെടുത്തു? 5 വർഷമെടുത്തു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത്രയും പ്രധാന ചോദ്യങ്ങളാണ് ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത ഭാഗവുമായി കാണുന്നവരേക്കും ബായ്.